അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്രയുടെ താറാണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് മോഡലാണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് സെയിലിനുള്ള വണ്ടിയാണ്. ഈ വണ്ടി ഉള്ളത് ചാലക്കുടിയിലാണ്. ചാലക്കുടി പോട്ടയിലാണ് ഈ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പതുക്കെ നമുക്ക് എൻജിൻ ഭാഗം, പിന്നെ അകത്തുള്ള വിശേഷങ്ങൾ, പിന്നെ മറ്റുള്ള ഡാമേജ് കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പുതിയ താറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും അല്ലെങ്കിൽ പഴയ താറുകൾ നോക്കി നടക്കുന്നവർക്കായിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുൻവശത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ മുൻവശത്ത് നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എൻജിൻ റൂം ഒന്ന് തുറന്നു നോക്കിയാലോ. അപ്പോൾ അതേപോലെ നമ്മൾ ക്ലിപ്പൊക്കെ ഉണ്ട്, ക്ലിപ്പിനൊന്നും ഡാമേജ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് പതുക്കെ ഒന്ന് പൊക്കാം. അപ്പോൾ നമുക്കറിയാലോ ഹൈഡ്രോളിക് സംഭവങ്ങളൊന്നുമില്ല, ഈ ലിവറാണ്. അപ്പോൾ ഞാൻ തൽക്കാലം കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കാണേ. അപ്പോൾ എൻജിൻ ഭാഗമൊക്കെ വളരെ ക്ലീനാണ്. യാതൊരുവിധ കംപ്ലയിൻസ് കാര്യങ്ങൾ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ബാറ്ററിയൊക്കെ നോക്കിയാൽ നല്ല പുത്തം പോലെയൊക്കെയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നും എൻജിനകത്ത് സംഭവിച്ചിട്ടില്ല. ഒന്ന് വാഷ് ചെയ്താൽ പോകുന്ന കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ അടച്ചാലോ. അപ്പോൾ ഞാനീ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വല്ല ഡാമേജ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ അതിനാണ് ഇതൊക്കെ വ്യക്തമായി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എൻജിൻ ഭാഗം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ്, പതിവ് പോലത്തുള്ള ഹെഡ്ലൈറ്റുകൾ, പിന്നെ ഫോഗ് ലാമ്പ്, സൈഡ് ഇൻഡിക്കേറ്റർ, ഗ്രില്ല്, താറെന്നുള്ള ബാഡ്ജിങ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും യാതൊരുവിധ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ടയർ ഒരുവിധം എല്ലാ വണ്ടിയുടെയൊക്കെ മാറാറാവും, എല്ലാ വണ്ടിയും. പക്ഷേ ഈ വണ്ടിയുടെ ടയർ അത്യാവശ്യം ഓടാൻ കിടക്കുന്നുണ്ട്. ടയറൊന്നും കുഴപ്പമില്ല, അലോയ് വീൽസാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഇത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ അടിയിൽ ഫുഡ് സ്റ്റെപ്പിനൊന്നും യാതൊരുവിധ ഡാമേജ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ബാഡ്ജിങ് കാണാം, എംഹോക്കിൻ്റെ. അങ്ങനെ സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ യാതൊരുവിധ കംപ്ലയിൻസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ കാണാനില്ല. കാരണം നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സ്പെയർ ടയർ അത് അഴിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ബാഡ്ജ് കണ്ടില്ലേ, ഡോക്ടറുടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ വണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ലൊരു മാർക്കറ്റ് ഒക്കെ ഉള്ള സംഭവമാണ്. ഡോക്ടർമാരുടെ വണ്ടി എന്ന് പറയുമ്പോൾ അധികം യൂസും ചെയ്യാത്ത അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഡോക്ടർ എന്നുള്ള എംബ്ലം കളഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ശരിക്കും വണ്ടി മേടിച്ച പോലെ തന്നെയുണ്ട്, പുത്തൻ വണ്ടിയായിട്ടാണ് കിടക്കണം. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ പറഞ്ഞുതരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ടയർ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്. ഒരു 70% ടയർ ഉണ്ട്. ഇവിടെയും വേറെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾക്കൊന്നും വേറെ ഡാമേജ് പ്രശ്നങ്ങളൊന്നുമില്ല. താർന്നുള്ള ബാഡ്ജിങ് കാണാം. അപ്പോൾ പറയത്തക്ക വിഷയങ്ങളൊന്നും നമുക്ക് ഈ രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലൊന്നും ഇല്ല. പിന്നെ ഗ്ലാസ് കാര്യങ്ങൾ ഒക്കെ കമ്പനി ഗ്ലാസ് തന്നെയാണ്, ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസിൻ്റെ ഒക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറിയാലോ. ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കണേ, ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഡോറ് തുറക്കാം. കലാപരമായ ഒരു ഡോറ് തന്നെയാണ് പറയാനായിട്ട്. അപ്പോൾ ഡോറ് കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ബീഡിങ് കാര്യങ്ങൾ ഒക്കെ പക്കയാണ്. നമുക്കപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഡോറ് തുറന്നു നോക്കാം. ലെഫ്റ്റ് സൈഡിലെ ഡോറും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് കഴുകിയാൽ പോകാവുന്ന, അല്ലെങ്കിൽ തുടച്ചാൽ പോകാവുന്ന കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ. വേറെ ഡാമേജ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ബോട്ടിൽ ഹോൾഡർ, അതുപോലെ ഹാൻഡിൽ, ലോക്ക്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ബീഡിങ് കാര്യങ്ങൾ ഒന്നിനും ഒരു ഡാമേജും ഒന്നും സംഭവിച്ചിട്ടില്ല. ബാക്കിലെ ഡോറും ക്ലീനാണ്, യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ ഡോറാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ സ്പേസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതിനു മുന്നുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ഒരു ക്യാമറ കാണാൻ സാധിക്കും, സ്പോയിലർ. അപ്പോൾ അങ്ങനത്തെ പതിവ് കാഴ്ചകളൊക്കെ തന്നെ യാതൊരുവിധ ഡാമേജും കാര്യമൊന്നും ഇല്ലാണ്ട് ഇവിടെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തളം ഒന്ന് പോയി നോക്കാം, അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം.
ആഹാ, അകത്തും നമ്മളൊരു പുതിയ വണ്ടിയിൽ കയറുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കുക. യാതൊരുവിധ ഡാമേജ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. നല്ല ഹെഡ് റൂമൊക്കെ നല്ല പക്കയാണ്, ഓക്കെയാണ്. 18 ഇഞ്ചിൻ്റെ സിസ്റ്റം, അതുപോലെ തന്നെ AC വെൻറ്റിലൊക്കെ സ്റ്റീലിൻ്റെ റൗണ്ട് കാര്യങ്ങൾ, ഇതെല്ലാം കമ്പനി കാരനാണ്. ഒന്നും എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമല്ല, ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ യാതൊരുവിധ കംപ്ലയിൻസ് കാര്യമൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് 3 ഡമ്മി സ്വിച്ചാണ്. ഹസാർ ലൈറ്റ്, അതുപോലെ ഹസാർ ലൈറ്റ് ഓണായ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ എയർ ബാഗ് കാര്യങ്ങൾ, അതിൻ്റെ ഓൺ ഓഫ് എല്ലാ സംവിധാനങ്ങൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, AC കൺട്രോളിങ്, ഞങ്ങളെല്ലാ വിധ സൗകര്യങ്ങൾക്കും യാതൊരുവിധ കംപ്ലയിൻസ് കാര്യമൊന്നുമില്ല. പിന്നെ 2H 4H 4L ഈ ലിവർ, അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിക്കണ വണ്ടികളൊന്നുമില്ല, ഈ വണ്ടിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് കാര്യങ്ങൾ, ഹാൻഡ് ബ്രേക്ക്, അതൊന്നും യാതൊരുവിധ കംപ്ലയിൻസ് ഇല്ല. പിന്നെ നമുക്കിവിടെ സാനിറ്റൈസറോ മാസ്കോ ചില്ലർ പൈസയൊക്കെ വയ്ക്കാം. പിന്നെ എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളത്, മഹേന്ദ്ര ഇത്രയൊക്കെ വലിയൊരു സംഭവമായിട്ടും ഈ 2 സ്വിച്ച് അവർക്ക് ആ ഡോറിൽ വെച്ചിരുന്നെങ്കിൽ, ഡോറിൽ സ്വിച്ചില്ല, അതൊന്ന് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. വരും താറുകളൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഓഫ് റോഡ് വണ്ടി അതിൻ്റെ പേരിൽ ഡോറിൽ കൊടുക്കാത്തതായിരിക്കും, ചിലപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ തെറിക്കും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ കൊടുക്കാത്തതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഗ്ലോ ബോക്സ്, വണ്ടിയുടെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലോ ബോക്സ് അങ്ങനെ, മിറർ ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇതൊന്നും കവർ പോലും കളഞ്ഞിട്ടില്ല, അത്ര ക്ലീൻ വണ്ടിയാണ്. ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയല്ലേ, അതായിരിക്കും. അപ്പോൾ സീറ്റൊക്കെ ഇത് കമ്പനി സീറ്റ് തന്നെയാണ്, യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല. നല്ല തൈ സപ്പോർട്ടൊക്കെയുള്ള സീറ്റാണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ, മഹേന്ദ്രയുടെ ബാഡ്ജിങ്, വിശാലമായ ഒരു മീറ്റർ. അപ്പോൾ ഇവിടെ സ്പീക്കർ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാനാണ്. ഇതിനൊന്നും വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്ന് അറിയാൻ വേണ്ടി കാണിച്ചു തരാനാണ്. നമുക്കൊന്ന് താക്കോലൊന്നിട്ട് ഓൺ ചെയ്ത് നോക്കാം. മഹേന്ദ്രയുടെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് മീറ്ററിലൊക്കെ. റേഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും ഞാനത് വെക്കണില്ല, കാരണം അത് കോപ്പി റൈറ്റ് വരുന്നുള്ളതിനെല്ലാം ഞാൻ വെക്കണില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മീറ്ററാണ് കേട്ടോ, അടിപൊളി മീറ്ററാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ശരിക്കൊരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടും നമുക്ക്. ഇത് 58,624 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ്. ഈ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി എന്ന് പറയുന്നത് എന്താണെന്നറിയാം, അതിനൊരു മാർക്കറ്റ് ഉണ്ട്, ഡോക്ടർ ഉപയോഗിച്ച വണ്ടി. കാരണം അവർ അത്ര ക്ലീനായിട്ട് ഉപയോഗിക്കുമെന്നൊരു പൊതുവൊരു പറച്ചിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിലേക്ക് പോയാലോ. ബാക്കിലേക്ക് കയറാൻ ഇത്തിരി കഷ്ടമാണ് കുട്ടിയെ. സീറ്റ് മറച്ച് നിൽക്കിയിട്ട് കയറിയിരുന്ന അടിപൊളി. നമ്മൾ കയറാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ടോ, ടൈ സപ്പോർട്ട് ഒക്കെ ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ആളതിൻ്റെ പേരിൽ ടൈ സപ്പോർട്ടൊന്നും കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ പിടിച്ചിരിക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ ഈ ഒരു പൈപ്പ് കണ്ടില്ലേ, ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിപ്പോവും. ഇത് നിങ്ങൾ ഇതിൻ്റെ പുതിയ വണ്ടിയുടെ റിവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഇത് ഓഫ് റോഡ് വാഹനമാണല്ലോ, അപ്പോൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എത്ര മറിഞ്ഞാലും നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കണം. സീറ്റ് ഇങ്ങോട്ട് വാടാ. ഇവിടെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാം, കാറിലൊക്കെ തൂക്കിയിടാം. പോക്കറ്റ് ഉണ്ട്, അത്രയൊക്കെ തന്നെയുള്ളൂ. സീറ്റ് ബെൽറ്റ്, പിന്നെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ. ഇവിടെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്, ഇത് ഡോക്ടർ പണിയാണ്, ഡോക്ടർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശാലമായൊരു ഗ്ലാസ് ഏരിയ, നമുക്ക് ഒട്ടും വീർപ്പ് മുട്ടിക്കാത്ത ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കണേ. പിന്നെ സ്പീക്കർ, ട്യൂട്ടർ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സംഭവം അതുപോലെ തന്നെ ഉണ്ട്. യാതൊരുവിധ കോട്ടം പറ്റിയിട്ടില്ല. നല്ല ഒരു കുറച്ചും കൂടെ ഹൈറ്റ് ബാക്കിൽ നിന്ന് ആവായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഈ താറിന്. കാരണം ഫ്രണ്ടിലുള്ള ഒരു ഹൈറ്റ് ബാക്കിലില്ല എന്ന് എനിക്കൊരു ഫീല്.
അപ്പോൾ നമുക്ക് കഷ്ടപ്പെട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. നമുക്കിതിൻ്റെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആഹാ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് റിവേഴ്സ് ക്യാമറ, കുഴപ്പമൊന്നുമില്ല. റിവേഴ്സ് അസിസ്റ്റ്, അപ്പോൾ അങ്ങനത്തെ വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടും നല്ല ഒരു വണ്ടി തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിത് പതുക്കെ നമുക്കേ ഓടിച്ചുകൊണ്ട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഓടിച്ചു നോക്കണമല്ലോ, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. (2021) ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. അപ്പോൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഹൈവേ കൂടെയാണ്. അതിൻ്റെ പേര് നല്ലൊരു സ്മൂത്തൊക്കെ ഉണ്ട്. എന്നാലും വണ്ടിക്ക് യാതൊരു വിധ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്ത് തന്നെയാണ്. നമ്മളൊരു പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 22 ലക്ഷം പിന്നെയും നമ്മൾ ബാക്കി പൈസയും കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് 2021 മോഡൽ വണ്ടിയാണ്, ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ്. ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയിൽ നിന്ന് എടുത്ത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ സമൂഹത്തിൽ, ഒരു പറച്ചിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും പുതിയ വണ്ടിയേക്കാളും നമുക്കൊരു 5 ലക്ഷം രൂപ കുറവിന് ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു അസറ്റ് തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 17 ലക്ഷത്തിനൊക്കെ നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് മേടിച്ചുകൊണ്ട് പോകാം. 17 എന്നുള്ളത് ഒരു ഫിക്സഡ് റേറ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ ലോൺ വേണ്ടവർക്കാണെങ്കിൽ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഒരു 2 ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ സിബിൽ സ്കോറൊക്കെ നോക്കിയിട്ട് ലോണും ഇവർ തന്നെ സെറ്റാക്കി തരും. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. ഈ ഷോപ്പ് ശരിക്കും വരുന്നത് എറണാകുളം തൃശ്ശൂർ ഹൈവേയിൽ പോട്ടയിലാണ്. അപ്പോൾ പോട്ടയിൽ മേൽപ്പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ സർവീസ് റോഡിലും കാണാൻ പറ്റും. വണ്ടികൾ നേരത്തെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഒരു കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തെങ്കിലും വണ്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ എന്തുകൊണ്ടും ഞാൻ പിന്നെയും പറയുന്നു, ഒരു പുതിയ വണ്ടി നോക്കുന്നവർക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് നോക്കാം. ഈ വണ്ടി എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം. അതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല. ഒന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിന് മേലെ നമ്മുടെ കയ്യിലിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.